പോലീസുകാർക്കും അവരുടെ ബന്ധുക്കൾക്കും ഈ നാട്ടിലെ നിയമമൊന്നും ബാധകമല്ലേ? ഒരു സാധാരണക്കാരൻ തെറ്റ് ചെയ്താൽ അവനെ തൂക്കുന്ന പോലീസിന് അടുപ്പക്കാരെ തൊട്ടാൽ പൊള്ളും. അതാണ് തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചത്. ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ട് രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിൽ CIയുടെ ബന്ധുവിനെയും കസ്റ്റഡിയിലെടുത്തതാണ് പ്രശ്നമായത്. ഇത് ചോദ്യം ചെയ്ത് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ CI യഹിയ സ്റ്റേഷനിലെത്തി. പിന്നീട് വാക്കുതർക്കവും കയ്യാങ്കളിയുമായി. സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തു. യഹിയക്കെതിരെ വകുപ്പ് തലം നടപടി ഉണ്ടായേക്കുമെന്നാണ് സൂചന. ലോകകപ്പ് ഫുട്ബോൾ ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കുന്നതിനെ ചൊല്ലി രണ്ട് പ്രദേശത്തുള്ളവർ തമ്മിലുണ്ടായ തർക്കമാണ് തുടക്കം. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ CI ആയ യഹിയയുടെ ബന്ധു ഇതിലൊരു സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. തർക്കം കയ്യാങ്കളിയായപ്പോൾ പോലീസ് ഇടപെട്ടു. സംഘർഷമുണ്ടാക്കിയ സംഘത്തെ കസ്റ്റഡിയിലെടുത്തു. യഹിയയുടെ ബന്ധു ഉൾപ്പെട്ട സംഘമായിരുന്നു ഇത്. ഇതറിഞ്ഞ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലെത്തിയ യഹിയ ബന്ധുവിനെയും കൂട്ടാളികളെയും വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു. പോലീസ് തയ്യാറായില്ല. ഇതേ തുടർന്നാണ് യഹിയയും പോലീസുകാരും തമ്മിൽ തർക്കമായത്. യഹിയ നെടുമങ്ങാട് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്തവരെ നിർത്തിയിരുന്ന ലോക്കപ്പിലേക്ക് കയറിയെന്നാണ് FIR. തുടർന്ന് യഹിയയെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തി. എന്നാൽ താൻ നിരപരാധിയെന്നാണ് യഹിയയുടെ വാദം. ഇത് സംബന്ധിച്ച് യഹിയയുടെ ശബ്ദ സന്ദേശവും പുറത്തു വന്നു. ഇപ്പം എന്നെ അവിടെ പിടിച്ചിരിക്കുകയാണ്. ശരി, എന്റെ പേരിലെ കുറ്റം എന്താണ്? എനിക്കാണ് ഇപ്പൊ ഇറങ്ങിപ്പോവാം. അവർ തടുക്കുമ്പോൾ ഇവരെ പുറത്താക്കാൻ എന്റെ കൈ ഉണ്ടെങ്കിൽ പോലീസ്. നിങ്ങൾക്കെതിരെ FIR ഉണ്ടോ? ഇപ്പൊ എന്നെ കൊണ്ട് മെഡിക്കൽ എടുത്ത് ഞാൻ മെഡിക്കൽ എടുത്തോളും, കുഴപ്പമില്ല. ജീപ്പിൽ പോയി ഞാൻ എന്നെ പിറകെ ഇരുത്തിയാൽ മതി. കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എല്ലാവരും എന്ത് പറ്റിയെന്ന് അപ്പൊ ഞാൻ ബ്ലഡും കൂടെ എടുത്തോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ വെറുതെ മെഡിക്കൽ എടുത്തിട്ട് ഡോക്ടറെ എടുത്ത് സ്മെല്ല് പാൽത്തോളൂ എന്ന് പറഞ്ഞ കാര്യം നടക്കണം. പണി വരും. നെടുമങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത ബന്ധു ഉൾപ്പെടുന്ന സംഘത്തെ 24 മണിക്കൂറിന് ശേഷവും അറസ്റ്റ് രേഖപ്പെടുത്താതെ സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചിരിക്കുന്നത് ചോദ്യം ചെയ്തതിനാണ് തനിക്കെതിരെയുള്ള നടപടിയെന്നും ശബ്ദ സന്ദേശത്തിൽ CI യഹിയ പറയുന്നുണ്ട്. സംഭവത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടു. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ജില്ലാ റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് വിവരം തേടിയിട്ടുണ്ട്. യഹിയയ്ക്കെതിരെ വകുപ്പുതല നടപടിയുണ്ടായേക്കുമെന്നാണ് സൂചന. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ എത്തും മുൻപ് ആരനാട് സ്റ്റേഷനിലെ CI ആയിരുന്നു യഹിയ. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.